ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും മോമോ ഓർഗാനിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ മേക്ക് ചെയ്യാൻ പോകുന്നത് ചെമ്പരത്തി ഷാമ്പു ആണ് കേട്ടോ. അപ്പോൾ കുറേ പേര് ചെമ്പരത്തി ഷാമ്പൂൻ്റെ വീഡിയോ ഒന്ന് ചെയ്യുമോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിന്ന് ഫ്രഷ് ആയിട്ടുള്ള ചെമ്പരത്തി വെച്ചിട്ടല്ല, എക്സ്ട്രാക്റ്റ് വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ടുള്ള ചെമ്പരത്തി കിട്ടാനുണ്ടെങ്കിൽ അത് വെച്ചിട്ടും ചെയ്യാവുന്നതാണ് കേട്ടോ. നമ്മൾ ട്രാൻസ്പെറൻറ്റ് ഷാമ്പൂ ബേസ് എടുത്തിട്ടുണ്ട്, പിന്നെ ചെമ്പരത്തിയുടെ എക്സ്ട്രാക്റ്റ്, DM വാട്ടർ, പിന്നെ നമ്മുടെ PQ7 സ്മെല്ല്, കളർ, ഇത്ര ഐറ്റംസ് ആണ് ഷാമ്പൂവിൽ വരുന്നത്. അപ്പോൾ SF ഫ്രീ ആയിട്ടുള്ള ഷാമ്പൂ ബേസ് ആണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത്. 1 kg നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ടുള്ളത് വെച്ച് ചെമ്പരത്തി വെച്ചിട്ട് ചെയ്യുന്ന വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് കമൻറ്റ് ഇട്ടാൽ മതി. ഇത് നമുക്ക് കുറച്ച് ഷെൽഫ് ലൈഫ് ആവശ്യമുണ്ട്, അതുകൊണ്ട് തന്നെ നമുക്ക് എക്സ്ട്രാക്റ്റ് വെച്ചിട്ട് തന്നെ ചെയ്യണം കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇതിൽ എക്സ്ട്രാക്റ്റ് ആഡ് ചെയ്യുന്നത്. 1 kg ഷാമ്പൂ ബേസിലേക്ക് നമ്മൾ 500 ml DM വാട്ടറാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ ടാപ്പ് വാട്ടർ ഒന്നും യൂസ് ചെയ്യാനായിട്ട് പാടില്ല, DM വാട്ടർ തന്നെ എടുക്കണം കേട്ടോ. DM വാട്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡീമിനറലൈസ്ഡ് വാട്ടറാണ്. നമ്മൾ കോസ്മെറ്റിക് ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. ഇനി നമ്മുടെ ഹിബിസ്കസിൻ്റെ എക്സ്ട്രാക്റ്റ് ആണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ചെമ്പരത്തിയുടെ എക്സ്ട്രാക്റ്റ് ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചെമ്പരത്തിയുടെ അതേ ഗുണം തന്നെ ഈ എക്സ്ട്രാക്റ്റിനും കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ആഡ് ചെയ്യുന്നതുകൊണ്ട് ചെമ്പരത്തിയുടെ അതേ ഒരു ഗുണം തന്നെ കിട്ടും കേട്ടോ. ഇനി നമുക്ക് PQ7 ആണ് ആഡ് ചെയ്ത് കൊടുക്കണേ. നമ്മുടെ ഹെയറിന് ഡ്രൈനെസ് ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഷാമ്പു യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹെയറൊക്കെ നല്ല ഡ്രൈ ആയിട്ട് കിടക്കില്ലേ, ചില ഷാമ്പു യൂസ് ചെയ്താൽ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ PQ7 ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. നല്ല രീതിയിൽ ഇതിലെല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യേണ്ടത്. ഷാമ്പു ഉണ്ടാക്കാൻ നമുക്ക് വളരെ സിമ്പിളാണ് കേട്ടോ. വെറും മിക്സിങ് മാത്രമേ ഇതിൽ വരുന്നുള്ളൂ. നമ്മൾ തരുന്ന ഐറ്റംസ് അതുപോലെ തന്നെ നിങ്ങൾ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. നമ്മുടെ കയ്യിൽ 1/2 kgയുടെയും അതുപോലെ തന്നെ 1 kgയുടെയും കിറ്റുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും കിറ്റുകൾ ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ കൊടുത്ത വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ PQ7 കുറച്ച് തിക്കായിട്ടുള്ള ലിക്വിഡാണ്, അത് കാരണം കൊണ്ട് നമ്മുടെ ബോട്ടിൽ കുറച്ചുണ്ടാവും. അപ്പം നല്ല രീതിയിൽ തന്നെ അത് ഫുള്ളായിട്ട് ഇതിൽ ഒഴിക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ നമുക്ക് അതിലേക്കുള്ള ഫ്രാഗ്രൻസും കളറുമാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഫ്രാഗ്രൻസ് നമുക്ക് ഇതിന് സ്യൂട്ടായിട്ടുള്ള ഒരു ഫ്രാഗ്രൻസ് ആണ് നമ്മൾ കിറ്റിൽ വെച്ച് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ കളർ റെഡ് കളറാണ്, നമ്മുടെ ചെമ്പരത്തിയുടെ കളർ തന്നെയാണ് കേട്ടോ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. നല്ല രീതിയിൽ ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇത്ര തിക്നെസ് നമ്മുടെ ഷാമ്പൂവിന് ഉണ്ടാവും. കുറച്ചുകൂടെ ലൂസായിരിക്കും കേട്ടോ, കുറച്ചുകൂടെ ഒരു ലൂസ് കിട്ടും. നിങ്ങൾക്ക് ഇനി എക്സ്ട്രാ ലൂസ് വേണമെന്നുണ്ട് വെച്ചെങ്കിൽ ഇതിൽ DM വാട്ടറിൻ്റെ അളവ് കുറച്ച് കൂട്ടി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ കുറച്ചുകൂടെ നമുക്കൊരു 100 ml ഒക്കെ വേണമെങ്കിൽ കൂട്ടി കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഇവിടെ കറക്റ്റ് ആ ഒരു അളവിലാണ് എടുത്തിട്ടുള്ളത്. ഇത് നിങ്ങൾക്ക് കൂട്ടണമെങ്കിൽ കൂട്ടി കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പം നല്ല രീതിയിൽ നമ്മൾ കളറും ഒക്കെ എടുത്ത് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിറയെ ബബിൾസ് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. റെസ്റ്റ് ചെയ്തിപ്പോൾ ഒരു ഓവർനൈറ്റ് കഴിഞ്ഞാലാണ് നമ്മുടെ ഷാമ്പു നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. നമ്മുടെ ഷാമ്പു നല്ല രീതിയിൽ തന്നെ ട്രാൻസ്പെറൻ്റ് ആയി നല്ല ഭംഗിയിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ബോട്ടിൽസിലേക്ക് മാറ്റാം. അപ്പം ഞാൻ ഇതുപോലൊരു ഫില്ലറിൽ നിറച്ചിട്ടാണ് കേട്ടോ ബോട്ടിലേക്ക് നിറയ്ക്കുക. നമ്മുടെ ഷാമ്പു 110 ml ആണ് കേട്ടോ ഈ ബോട്ടിൽ നമ്മൾ നിറയ്ക്കുന്നത്. പക്ഷെ നമുക്കൊരു 120 ml ഒക്കെ ഈ ബോട്ടിൽ കൊള്ളൂ കേട്ടോ, അത്രയും വലിപ്പമുള്ള ബോട്ടിലാണ്. പക്ഷെ നമ്മളിപ്പോൾ 110 ml ആണ് ഇപ്പോൾ സ്റ്റിക്കറൊക്കെ അടിച്ചിട്ടുള്ളത്. അപ്പോൾ കറക്റ്റ് 110 ml-നെക്കാട്ടും ഒരു ml ഒക്കെ നമ്മൾ കൂടുതൽ ആഡ് ചെയ്ത് വയ്ക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ബോട്ടിലേക്ക് നിറയ്ക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ കിറ്റോ അല്ലെങ്കിൽ ഈ ബോട്ടിലോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ കൊടുത്ത വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക. അതുപോലെ തന്നെ ചെമ്പരത്തിയുടെ മാത്രമല്ല കേട്ടോ, നമ്മുടെ കയ്യിൽ അലോവേറ, നീം, ശംഖുപുഷ്പം ഇതിൻ്റെയൊക്കെ കിറ്റുകളുണ്ട്. ഹെർബൽ ഷാമ്പൂ കിറ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് കിറ്റാണ് വേണ്ടത് വെച്ചെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ, നമ്മൾ അയച്ചു തരുന്നതാണ്. ഓൾ ഇന്ത്യ ഷിപ്പിംഗ് നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഷോപ്പ് വരുന്നത് തൃശ്ശൂർ വരടിയത്താണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അവിടെ വന്ന് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റുവെച്ചെങ്കിൽ നിങ്ങൾ എന്തായാലും ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ലാബിലൂടെ ഒട്ടിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ലാബിൽ വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് നേരെ ഷോപ്പിലേക്ക് കൊണ്ടുപോകാം. നമ്മുടെ ഷാമ്പുകളെല്ലാം നല്ല സൂപ്പറായിട്ടാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. നല്ല റിസൾട്ടുള്ള ഷാമ്പു ആണ്. നിങ്ങൾക്ക് ഇതുപോലെ ഷാമ്പു ഒക്കെ വീട്ടിൽ മേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ കിറ്റ് മേടിച്ചിട്ട് മേക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ 1 കിലോയുടെ കിറ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനാണെങ്കിൽ 1 കിലോയുടെ കിറ്റ് മേടിച്ച് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇതിൽ നിങ്ങൾക്ക് ഫ്രഷ് ജ്യൂസ് വെച്ച് ചെയ്യുകയാണെങ്കിൽ ചെയ്യാവുന്നതാണ് കേട്ടോ. ഇപ്പോൾ നമുക്ക് അലോവേറയുടെ, നീമിൻ്റെ അല്ലെങ്കിൽ ചെമ്പരത്തി ഫ്രഷ് ആയിട്ടുള്ളത് ഉണ്ട് വെച്ചെങ്കിൽ അത് തന്നെ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കണോണ്ട് യാതൊരു പ്രശ്നമില്ല കേട്ടോ. അപ്പം നമ്മൾ DM വാട്ടറിൽ തിളപ്പിച്ച് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ DM വാട്ടർ വേണമെങ്കിൽ എക്സ്ട്രാ മേടിക്കാവുന്നതാണ് കേട്ടോ. നമ്മുടെ കയ്യിൽ തന്നെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഷാമ്പൂ, ഫേസ് വാഷ്, ലിപ് ബാം, ക്രീമുകൾ, സോപ്പുകൾ, അതിൻ്റെയൊക്കെ കിറ്റുകൾ നമ്മുടെ ഷോപ്പിലുണ്ട്. നിങ്ങൾക്ക് എവിടേക്കാണെങ്കിലും നമ്മൾ അയച്ചു തരും കേട്ടോ. അപ്പോൾ വേണ്ടവരാണെങ്കിൽ എന്തായാലും നമ്മുടെ വാട്സപ്പിലേക്ക് മെസ്സേജ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ നല്ല നല്ല വീഡിയോസായിട്ട് ഇനിയും കാണാം. ബൈ.